എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനാണ് ചതിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയല്ല, ആ വിഷയം അവസാനിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ഇടുന്നുണ്ട്, നിങ്ങൾ അവരുടെ ഇന്റർവ്യൂകളൊക്കെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ വീഡിയോയുടെ സപ്പോർട്ടല്ല ഞാൻ ചെയ്തത്, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മക്കളുള്ള ഒരു ഉമ്മയെ ഇല്ലാണ്ടാക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ അത് അവസാനിക്കട്ടെ വിചാരിച്ചത്. പക്ഷെ നിരന്തരമായിട്ട് യൂട്യൂബർമാരെ അവരിട്ടിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട്. അതിനൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഓരോ ആളുകളെ പറ്റിച്ചു എന്ന രീതിയിലുള്ള കൃത്യമായ എവിഡൻസ് വഴി ആളുകൾ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും എനിക്ക് അയ്യോ ഞാനത് പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് തോന്നിപ്പോയി. 5 മക്കളുള്ള ഉമ്മയാണ്. ഉമ്മാന്റെ കാലടി പാതയിലാണ് സുഖർക്കം ഓർത്തോളി എന്നൊക്കെയല്ലേ. ആ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാണ്ടാക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷെ എന്താണത് 26 വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നൊരു സംഭവം നിങ്ങൾ അനാവശ്യമായിട്ട് പലയിടങ്ങളിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂകളിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.